വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങയില കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടുന്ന ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇടാം, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം, 6 കഷ്ണം ചുവന്നുള്ളി ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം, ഒരു പച്ചമുളക് കൂടി ഇതിനകത്തിടാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പോളം മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കൊന്ന് അരപ്പൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടുന്നത് അത്രയും ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ആകരുത്, ഇത്ര മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ലേശം വെള്ളം കൂടെ ഞാനിതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ കണക്കിനുണ്ടാവാം, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. ഇത് ജസ്റ്റ് ചൂടായാൽ മതി, തിളയ്ക്കണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.